എല്ലാവർക്കും റൂട്ടഡ് ആപ്പിലേക്ക്, ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു, പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മെഹ്ത്ത, പഞ്ചായത്ത് രാജ് എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി നിയമിതമായത് എന്ന് 1957. ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനമാണ് നാഗൂർ, രാജസ്ഥാനിലെ നാഗൂർ. രാജസ്ഥാനിലെ നാഗൂറിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രണ്ടാമതായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആദ്യം എവിടെയാണ്? രാജസ്ഥാൻ. ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ആദ്യമായി ഇന്ത്യയിൽ വന്നത് രാജസ്ഥാനിലാണ്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി വന്നത് ആന്ധ്രാപ്രദേശിലാണ്. രണ്ടാമതായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത് ആന്ധ്രാപ്രദേശിലാണ്. അശോക് മെഹ്ത്ത കമ്മിറ്റി ഏത് ഗവൺമെന്റ് ആണ് നിയോഗിച്ചത്? ജനതാ ഗവൺമെന്റ്. എന്നാണത്? 1977. അശോക് മെഹ്ത്ത കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. ദ്വിതല പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് കമ്മിറ്റിയാണ്? അശോക് മെഹ്ത്ത കമ്മിറ്റി. മണ്ഡൽ പഞ്ചായത്ത് രാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് കമ്മിറ്റിയാണ്? അശോക് മെഹ്ത്ത കമ്മിറ്റി. പഞ്ചായത്തുകളിൽ SC/ST സംവരണം വേണമെന്ന് ശുപാർശ ചെയ്തത് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റി പഞ്ചായത്തുകളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് പ്രത്യേക മന്ത്രി വേണമെന്ന് ആവശ്യപ്പെട്ടത് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. 1985 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ട കമ്മിറ്റിയാണ് LM സിൻഹി കമ്മിറ്റി 1986. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമോ എന്നതിനെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് 1989 തുങ്കൻ കമ്മിറ്റി. 1989 പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം 1992. 1989 പഞ്ചായത്ത് രാജ് നിയമം. അത് പാസാക്കിയ വർഷം 1992. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് PV നരസിംഹറാവു. പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി 73-ാം ഭേദഗതി. മുനിസിപ്പൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതിയാണ് 74-ാം ഭേദഗതി. അപ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടത് 73-ഉം മുനിസിപ്പലായിട്ട് ബന്ധപ്പെട്ടത് 74-ഉം. കേരള സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1995 ഒക്ടോബർ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റി SB സെൻ കമ്മിറ്റി 1996.
എങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമില്ലാത്തത്? 20 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യമില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാൻ കുറഞ്ഞത് എത്ര വയസ്സാണ് വേണ്ടത്? 21 വയസ്സ്. കേരളത്തിൽ എത്ര പഞ്ചായത്തുകൾ ഉണ്ട്? 941. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളാണുള്ളത്? 6 എത്ര മുനിസിപ്പാലിറ്റികൾ കേരളത്തിലുണ്ട്? 87. കേരളത്തിൽ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്? 152. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് കുമളി. എവിടെയാണ് സ്ഥലം? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് കണ്ണൂരിലെ വളപട്ടണം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നോട്ട്സ് ആയിട്ട് എഴുതി വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കുവാൻ, എങ്കിൽ മാത്രമേ നമ്മളുടെ ഓർമ്മയിൽ നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല ശരിക്ക് പഠിക്കുക. താങ്ക് യു.